ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 4 ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അതായത് ഇതൊരു സ്വഭാവമാണ്. ഇങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ആളുകൾ, മൂഡ് അനുസരിച്ച് നിങ്ങളോട് ഇഷ്ടം കാണിക്കുന്ന ആളുകൾ. അതായത് ഒരു ദിവസം വളരെയധികം സ്നേഹത്തോടെ ആയിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക, പിറ്റേ ദിവസം നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത്തരത്തിൽ ഇവരുടെ ചിന്താഗതി എന്താണോ അല്ലെങ്കിൽ ഇവർക്ക് തോന്നുന്നത് എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ കമ്മിറ്റ്മെന്റ് ഇല്ല. ഇതിൽ നിന്നും ഇവർ കാണിക്കുന്ന സ്നേഹം ഒട്ടും ജെന്യൂൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം അവർക്ക് എന്താണോ തോന്നുന്നത്, അവരുടെ മൂഡ് എന്താണോ അതിനനുസരിച്ചാണ് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അവരിൽ നിന്നും ഒരു കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റോ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ മൂഡ് അനുസരിച്ച് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണോ അത് പ്രകടിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒട്ടും ആയുസില്ല എന്നുള്ളത് മനസ്സിലാക്കാം. രണ്ടാമത്തെ ടൈപ്പ് ആളുകൾ റിലേഷൻഷിപ്പിലായിരിക്കും, പക്ഷെ ഡിഫൈൻ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിന് അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇനി സൗഹൃദമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അല്ല. ഇത്തരത്തിൽ അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് ആ റിലേഷൻഷിപ്പ് വേണം താനും. നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ തോന്നലുകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ വളരെ നല്ലൊരു സുഹൃത്താണെന്ന്, ചിലപ്പോൾ വളരെയധികം അതിനേക്കാൾ അപ്പുറത്ത് ഒരു പ്രണയമാണ് എന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. പക്ഷേ ഇവർ ഒരിക്കലും ഇത് ഡിഫൈൻ ചെയ്യില്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ളതൊന്നും തുറന്ന് പറയാതെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ടായിരിക്കും. ഒരു രീതിയിലും ആ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇത്തരക്കാരുടെ ഒരു പ്രത്യേകത. ഇങ്ങനെയുള്ള ആളുകൾക്കും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരുവിധ കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ജെന്യൂനിറ്റിയോ ഉണ്ടായിരിക്കില്ല. സോ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് റിലേഷൻഷിപ്പ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആളുകൾ, നിങ്ങളുമായിട്ട് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് അവർക്ക് തന്നെ നിശ്ചയമുണ്ടായിരിക്കും. പക്ഷെ അവർ കൂടുതലായിട്ടും സംസാരിക്കുന്നത് അവരുടെ എക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ പണ്ട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും സംസാരിക്കുന്നുണ്ടായിരിക്കുക. നിങ്ങളെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ഇനി എന്ത് ചെയ്യാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ നെക്സ്റ്റ് ലെവൽ എങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രസന്റിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് സംസാരിക്കാൻ അവർക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും കാണില്ല എന്നുള്ളതാണ്. കൂടുതലായിട്ടും സംസാരിക്കുന്നത് അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുന്നതൊക്കെ പഴയ അവർ പണ്ട് സ്നേഹിച്ചിരുന്ന വ്യക്തികളെ കുറിച്ചായിരിക്കും. ഇങ്ങനെയാണെങ്കിലും ഈ വ്യക്തികൾക്ക് നിലവിലുള്ള പ്രസന്റ് റിലേഷൻഷിപ്പിൽ അവർക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അവർ ആ ഒരു പഴയ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. എനിവേസ് ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഫൈനലി, നിങ്ങളോട് മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്ന സമയത്ത് വളരെയധികം സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ വളരെയധികം കമ്മിറ്റഡ് ആയ രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ റിയാലിറ്റിയിലോട്ട് വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം, നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. മാത്രമല്ല നിങ്ങളെ പരിഗണിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ നിങ്ങളെ അംഗീകരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ റിയാലിറ്റിയിലേക്ക് മറ്റുള്ള ആളുകളുടെ മുമ്പിലോട്ട് വരുന്ന സമയത്ത് സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മടി കാണിക്കുന്ന, നാണം വിചാരിക്കുന്ന ആളുകളെയും നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴും അവർക്ക് എന്തൊക്കെയോ കാരണം കൊണ്ട് ആ റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സ്പേസിലെ ഒരു സ്വഭാവവും പബ്ലിക് സ്പേസിലേക്ക് എത്തുമ്പോഴേക്കും ഒട്ടും അറിയാത്തൊരു വ്യക്തിയെ പോലെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പും കമ്മിറ്റഡ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവർ കാണിക്കുന്നത് ജെന്യൂൻ സ്നേഹമാണോ എന്നുള്ളത് സംശയിക്കേണ്ടി വരും. ഈ 4 ടൈപ്പ് റിലേഷൻഷിപ്പ് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ഒരിക്കലും ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഇത് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്